പക്ഷെ ഞാൻ പറഞ്ഞൊരു ഒരു പ്രശ്നം വേണ്ട. കാരണം രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ഇത്തരത്തിലല്ല. രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ആശയങ്ങൾ കൊണ്ടാണ്. നോക്കൂ, പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഭൂരിപക്ഷം സ്ഥലങ്ങളും യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലായിടങ്ങളിലും ബി ജെ പി ഉൾപ്പെടെയുള്ള മറ്റെല്ലാ പാർട്ടികളും സധൈര്യം സുഖമായി പ്രചരണം നടത്തുന്നുണ്ട്. ഒരു ചെറിയ സ്ഥലത്ത് ശക്തിയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ ബാക്കിയുള്ള പാർട്ടികൾ പ്രചരണത്തിന് വരരുത്, അവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്, എത്ര സങ്കുചിതമായ മനസ്സായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. ശരിക്കും എത്ര മാന്യതയോടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ ഒരു പിഷാരടിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഒരു സാധാരണക്കാരൻ നിലവിൽ. അല്ലാതെ ഞാൻ കോൺഗ്രസ് അനുഭാവിയോ കോൺഗ്രസ് രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്ന ആളോ അല്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ എത്ര ശരിയാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ പരിചയത്തിൽ ഇതുപോലെ ബി ജെ പിയെ അല്ലെങ്കിൽ ആർ എസ് എസിനെ അല്ലെങ്കിൽ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്. ഇവർക്ക് എന്ത് വെറുപ്പാണ്. നിങ്ങൾക്ക് അങ്ങനെ പരിചയമുള്ള ഒരാളെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലുള്ള ഒരാളായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അനിയനോ ചേട്ടനോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ ആവാം. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, അവരെപ്പോഴും ഭയങ്കര അഗ്രസീവും വയലൻറ്റും ആയിരിക്കും. എന്താണ് ഇത്രയും വെറുപ്പ് അവരുടെ ഉള്ളിൽ കിടന്ന് മറിയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഈ സോഷ്യൽ മീഡിയ വഴിയും ഈ യൂട്യൂബ് വഴിയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അവരിലേക്ക് എത്തിപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ റിയൽ ലൈഫിൽ അത്രയും വലിയ പ്രശ്നങ്ങളോ വർഗീയപരമായിട്ടുള്ള വിഷയങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാറുമുണ്ട്. ഇപ്പോൾ ഇവിടെ മുസ്ലിം തീവ്രവാദികളുണ്ട്, ക്രിസ്ത്യൻ തീവ്രവാദികളുണ്ട്, ഹിന്ദു തീവ്രവാദികളും ഉണ്ട്. എന്നാൽ ഒരു മുസ്ലിം പേര് കാണുമ്പോൾ തന്നെ അയ്യോ ഇവൻ തീവ്രവാദിയാണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം വയ്ക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ മുസ്ലിം തീവ്രവാദികൾ അല്ലെങ്കിൽ വർഗീയവാദികൾ പോലും യാതൊരു ഹിന്ദുവിനെ കണ്ടാലും പറഞ്ഞാൽ ആ ഹിന്ദു തീവ്രവാദിയാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയണമായിരുന്നു അത്. കാരണം ഇവർക്ക് ഇത്ര വെറുപ്പ്. നമ്മുടെ പ്രധാന ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന എ പി ജെ അബ്ദുൽ കലാം പോലും ഒരു മുസ്ലിം ആയിരുന്നു. പക്ഷേ ഇവരിലേക്ക് മുസ്ലിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽപ്പെട്ട തീവ്രവാദികളെ പറയുകയോ അവരെ എതിരെ പ്രതിഷേധിക്കുകയോ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷെ ഒരു മുസ്ലിം പേര് കണ്ട ഇവ മുസ്ലിമാണ്, ഇവൻ്റെ ഉള്ളിൽ അതാണ്. എൻ്റെ പിന്നെ എനിക്ക് സത്യമായ ഇവരുടെയൊക്കെ ഒരു ഈ വെറുപ്പിൽ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡായി ജീവിക്കുന്നത് ക്യാൻസർ വരെ ഉണ്ടാക്കുമെന്ന് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട്, ശാസ്ത്രീയപരമായ കാര്യമാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്ട്രെസ് ഹോർമോൺ അല്ലെങ്കിൽ കോർട്ടിസോൾ ഹോർമോൺ കൂടി നിൽക്കുന്നുണ്ടായിരിക്കും. എനിവേ ഇത്രയും വെറുപ്പോടുകൂടി എങ്ങനെ ജീവിക്കാൻ പറ്റും? നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഒരാൾ പരിചയമാണെങ്കിൽ അവരെ കുറച്ച് ദിവസത്തേക്ക് ഫോണും സോഷ്യൽ മീഡിയയും ഒന്നും കാണിക്കാതിരുന്ന് നോക്കൂ, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെയും പത്രവും കാണിക്കാതിരുന്ന് നോക്കൂ. അവരുടെ സ്വഭാവം തന്നെ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് അവർ റിയൽ ലൈഫിൽ നിങ്ങളോട് പെരുമാറുന്നത് പോലും ഭയങ്കരമായിട്ട് മാറും. ഇത്രയും ഈ ഹിന്ദുത്വം അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ട വർഗീയത ഉള്ള എല്ലാവരും ബി ജെ പി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരല്ല. പുറത്തുള്ളവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇവര് സത്യമായി ഇവരുടെ അടുത്ത് നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ അടുത്ത് ഇനി പെരുമാറാനോ അടുക്കാനോ പാടില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും, അതാണ് ഞാൻ പറയുന്നത്.